ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് അഫെയർസ് ആണ്. കറണ്ട് അഫെയർസ് 2026 കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. 25 ചോദ്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിതമായത് എവിടെയെന്ന് വെച്ചാൽ ഡൽഹിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ള നഗരം നിലവിൽ എവിടെയാണ്? ഡൽഹിയാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയുന്ന വാഹനത്തിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിക്കുക ഡൽഹിയിലാണ്. അടുത്ത് 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 116ആണ്. ഓക്കെ, ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. സ്ഥിരമായിട്ട് ഫിൻലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. ഓക്കെ, അടുത്ത് സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്ത് 86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനമായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതി പ്രോജക്റ്റ് ഗംഗ പദ്ധതി. അടുത്ത പോയിന്റ്: ഇന്ത്യയിലെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ആദ്യ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് ഡൽഹിയാണ്. ഡൽഹി മെട്രോ ആണ്. 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി വികാസ്. 2027 സെൻസസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സെൻസസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് 2027 സെൻസസ് എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, 2011 ഇതിനു മുമ്പ് സെൻസസ് നടന്നത്. അതിനുശേഷം 2027 സെൻസസ് നടക്കാൻ പോകുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. എട്ടാം ചോദ്യം: ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാസ്ത്രീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന് കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് സുശക്തി മിഷൻ. ഒൻപതാം ചോദ്യം: സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈഹണ്ട്. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതി മിഷൻ ഡ്രോൺ ശക്തി. 11ാം ചോദ്യം: ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ശ്രീനഗർ. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിന് ഉടമയായ വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതായത് സംസ്ഥാനം എന്ന് പറഞ്ഞ ഗുജറാത്തും നിലവിലെ പ്രധാനമന്ത്രിയും. അതുകൊണ്ടാണ് ഇത്രയും കാലഘട്ടം കൂടുതൽ കാലം നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രിയാണ്. ഓർത്തിരിക്കുക. അടുത്ത് നേപ്പാളിന്റെ 47ാമത്തെ പ്രധാനമന്ത്രിയായത് ബാലേന്ദ്ര ഷായാണ്. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായത് വിക്രം ദൊരൈസ്വാമി. ഇന്ത്യയിലെ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത RM നാച്ചമ്മ. കൈഗ ആണവ നിലയാണ്, കർണാടകയിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓർത്തു വെച്ച് പഠിച്ചോണം, കാരണം ഇത് ചോദ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ നേപ്പാളിന്റെ 47ാമത്തെ പ്രധാനമന്ത്രിയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഓർത്തു വെച്ച് പഠിച്ചോളൂ കേട്ടോ. ഇന്ത്യയിലെ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയായിരുന്നു വെച്ചാൽ RM നാച്ചമ്മ. കൈഗ ആണവ നിലയം, അത് കർണാടകയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ അധ്യാപനത്തിന് വിധേയനായത് വെച്ചാൽ ഡൽഹിയിലെ ഹരീഷ് റാണ. ഇതും കൂടെ ഓർത്തു വെച്ച് പഠിക്കുക. സുപ്രീം കോടതിയാണ് അനുമതി നൽകിയത്, നിഷ്ക്രിയ അധ്യാപനത്തിന് അനുമതി നൽകിയെന്ന് ഓർത്തു വയ്ക്കുക. ഹരീഷ് റാണയാണ് ആ വ്യക്തി എന്നും കൂടെ ഓർത്തു വയ്ക്കുക. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമായ വ്യക്തിയാണ് വൈരമുത്തു. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് N പ്രഭാകരന്റെ മായാമനുഷ്യൻ. അപ്പൊ അത് ഓർത്തുവയ്ക്കുക. മായാമനുഷ്യൻ എന്ന പ്രഭാകരന്റെ കൃതിയാണെന്ന് ഓർത്തുവയ്ക്കുക. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് എന്നുകൂടി ചോദിക്കാൻ സാധ്യതയുള്ള കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണൻ. അടുത്ത: കൃഷിയിടത്തിന് സമീപമെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഫാം ഗാർഡ്. 21ാം ചോദ്യം: 1999 കാർഗിൽ യുദ്ധത്തിൽ ധീരതയ്ക്ക് മഹാവീരചക്രം ലഭിച്ചതും അടുത്തിടെ അന്തരിച്ചതുമായ ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് കേണൽ സോനം വാങ്ചുക്. ഇത് ഓർത്തു ചോദിച്ചുള്ള എക്സാമിന് അടുത്തൊരു ചോദ്യം ഉണ്ടാവും. അടുത്ത 2026 ഏപ്രിലിൽ നടക്കുന്ന ഇന്ത്യ ഈജിപ്റ്റ് സംയുക്ത പ്രത്യേക സേനാ അഭ്യാസമാണ് സൈക്ലോൺ 4. ഓക്കെ, എക്സർസൈസ് സൈക്ലോൺ 4. പേര് എവിടെ എന്ന് വെച്ചാൽ അൻഷാസ്, ഈജിപ്തിലെ അൻഷാസ് എന്ന് ഓർത്തിക്കും.
21 ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്ററിനറി സയൻസ് സർവകലാശാല ഏതെന്ന് വെച്ചാൽ വൻധാര യൂണിവേഴ്സിറ്റി ആണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ സ്ഥാപിക്കുന്നത് ജാംനഗർ, ഗുജറാത്തിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത് സംസ്ഥാനമാണ് ഏതാണ്? ഒഡീഷയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, ദേശീയ പാതയോരങ്ങളിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയ പാത അതോറിറ്റി അടുത്തിടെ 2026 ഏപ്രിൽ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യവൻ. ഓക്കെ, ഓർത്ത് വെച്ച് പഠിക്കുക. 25 ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.